പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിധത്തിൽ കൂടി വരുവാൻ, ദൈവവചനം ചിന്തിക്കുവാൻ സുഖത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ജെനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 25. ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് വെൻ റേച്ചൽ ഹാഡ് born Joseph that Jacob said unto Laban, send me away that I may go unto mine own place and to my country. ജോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം എന്ന് പറഞ്ഞു. Jacob had been here for the last 14 years, more than 14 years now. The total years he has spent in Laban's house was 20 years. അപ്പോൾ ഈ 20 ഇയേഴ്സിനോട് അടുക്കുമ്പോൾ ഇത്രയും കാലം യാക്കോബ് അവിടെ വന്നു. യാക്കോബിന് ലേ എന്ന് പറയുന്ന ഒരു ഭാര്യയെ കിട്ടി, സിൽപ്പ എന്ന് പറയുന്ന ഒരു ദാസിയെ കിട്ടി, റേച്ചൽ എന്ന് പറയുന്ന ഒരു ഭാര്യയെ കിട്ടി, ബിൽഹ എന്ന് പറയുന്ന ഒരു ദാസിയെ കിട്ടി. പിന്നീട് താൻ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി 14 വർഷം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തനിക്ക് പലരെയും ആടുമാടുകൾ, കഴുത, ഒട്ടകം, ഇങ്ങനെയുള്ള മൃഗസമ്പത്ത് ഒക്കെ ലഭിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഈ യാക്കോബിന് 9 മക്കൾ ജനിക്കുകയാണ്. 10 മക്കൾ ജനിക്കുകയാണ്. 11ാമത്തെ പൈതലായിട്ടാണ് ജോസഫ് ജനിക്കുന്നത്, ഇൻക്ലൂഡിങ് ദീന. ആ പെങ്കൊച്ചിനെയും കൂടെ കൂട്ടിയാണ് ഞാൻ കൗണ്ട് ചെയ്ത് പറയുന്നത്. അപ്പം ഇത്രയും മക്കളുടെ ജനനം നടക്കുകയാണ്. ദീനയും കൂടെ കൂട്ടുമ്പം ഹീസ് ദ 11th. ഹീസ് ദ 12th. ഓക്കെ, അപ്പം 11 മക്കൾ ജനിച്ചു. പക്ഷേ ഈ 11 മക്കളുടെ ജനന സമയത്തും ഉണ്ടാകാത്ത ഒരു കാര്യം, ജോസഫ് ജനിച്ചപ്പോൾ യാക്കോബിന് സംഭവിച്ചു. ജോസഫ് യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ജനിച്ചു വീണു. പെട്ടെന്ന് യാക്കോബിന് തൻ്റെ പിതൃഭവനം ഓർമ്മ വന്നു, തൻ്റെ വാഗ്ദത്ത ദേശം ഓർമ്മ വന്നു, തനിക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ചിന്ത വന്നു. പിന്നെ നമ്മൾ ആ 26-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. സോ അവന് പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു. മറ്റൊരു കാര്യം, ഹി ബിക്കെയിം ബോൾഡ് ഇനഫ് ടു സ്പീക്ക് ടു ലാബാൻ. അത്രയും കാലം ലാബാനോട് ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ധൈര്യവുമില്ലാതിരുന്ന യാക്കോബിന് ഭയങ്കര ഒരു ധൈര്യം. ഹി വാസ് ബോൾഡ് ഇനഫ് ടു ഫേസ് ലാബാൻ ആൻഡ് ടെൽ ഹിം, ഓപ്പൺ ഹിസ് ഹാർട്ട് ആൻഡ് ടെൽ ഹിം ദാറ്റ് I should leave. No, this is not my place. He came into a realization that this is not my home. This is not my place where I am supposed to be. ഞാൻ ഇവിടെ അല്ല. മേ ബി ഈ സ്ഥലത്തായിരിക്കാം ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ഈ സ്ഥലത്ത് നിന്നായിരിക്കാം എനിക്ക് ഭാര്യമാരെ കിട്ടിയത്, മക്കളെ കിട്ടിയത്, മൃഗസമ്പത്ത് കിട്ടിയത്. എല്ലാം ഈ സ്ഥലത്ത് നിന്നാണ്. ഹല്ലേലൂയ. ബട്ട് ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്. എന്നാൽ ഇതെൻ്റെ സ്ഥലമല്ല, ഇതെൻ്റെ ഇടമല്ല, ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ രാജ്യമല്ല, ഇത് ഞാൻ ആയിരിക്കേണ്ടുന്ന, ഹല്ലേലൂയ, സ്തോത്രം, സ്ഥലമല്ല എന്നുള്ള ആ ഒരു വലിയ ബോധ്യം യാക്കോബിൻ്റെ ഉള്ളിലേക്ക് വന്നത് ജോസഫിൻ്റെ ജനനത്തോടു കൂടിയാണ്. ഓക്കെ,
എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോസഫിൻ്റെ കാര്യം ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്? ജോസഫ് സ്റ്റാൻഡ് എസ് എ ഷാഡോ ഫോർ ജീസസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് പഴയ നിയമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. അതിനൊത്തിരി കമ്പാരിസൺ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. ജോസഫ്, ഈ യാക്കോബ് ജോസഫിനോട് പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് പറയുന്ന ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജോസഫ് പെട്ടെന്ന് അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, ഹിയർ ഐ ആം. ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 13 അവിടെ പറയുന്നത്, ഈ ശേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഹിയർ ആം ഐ, ഞാൻ പോകാം എന്ന് പറഞ്ഞതിനോ വില്ലിങ്ലി, അപ്പൻ്റെ അടുത്ത് നിന്ന് വില്ലിങ്ലി പറയുകയാണ്, ഹിയർ ഐ ആം, ഞാൻ പോകാം എന്ന് പറയുകയാണ്. നമ്മൾ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവും ഇതുപോലെ തന്നെ ഹിയർ ഐ ആം, ഐ ആം റെഡി ടു ഗോ, ഞാൻ പോകാം എന്ന് മനഃപൂർവ്വം സമ്മതിച്ച് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നമ്മുടെ വീണ്ടെടുപ്പിനായി, അല്ലെങ്കിൽ നമ്മുടെ യോസഫ് സഹോദരന്മാരുടെ, ഹല്ലേലൂയ, സ്തോത്രം, കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് പോകുവാനായിട്ട് തയ്യാറെടുത്തതുപോലെ യേശുവിൻ്റെ കൂട്ടവകാശികളായ സഹോദരങ്ങളായ നമ്മുടെ ആ നന്മ അന്വേഷിക്കുവാനായിട്ട് വില്ലിങ്ലി കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സാംസ് 40 വേഴ്സ് 6, 7, 8 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, ഒരു പുസ്തകം ഇതാ ഞാൻ വരുന്നു, വേഴ്സ് 7 പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ വരുന്നു, ഹല്ലേലൂയ, ഹിയർ ഐ ആം, ഹിയർ ആം ഐ, ഞാൻ വരികയാണ്, ഞാൻ പോകാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇനി ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോഴും നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഈ ജോസഫിനെ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ജോസഫ് ശേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ശേഖേമിലേക്ക് ചെന്നിട്ട് അവിടെ അവരെ കാണാതിരുന്നപ്പോൾ നിന്റെ സഹോദരന്മാർ നാം ദോഥാനിലേക്ക് പോക എന്ന് പറയുന്നത് കേട്ടു എന്നൊരുത്തൻ പറഞ്ഞപ്പോൾ തന്നെ ഹി വാസ് വില്ലിങ് ഈവൻ ടു ഗോ അൺ ടു ദോഥാൻ. ആ ശേഖേം വരെ വന്നിട്ട് തിരിച്ചു പോവുകയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് തൻ്റെ സഹോദരന്മാർ എവിടെയാണോ അവരെ തേടി കണ്ടെത്താനായിട്ടൊരു മനസ്സ് കാണിച്ച ഒരു ജോസഫിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യേശുവും തൻ്റെ സഹോദരന്മാരായ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് വന്നത് എങ്കിൽ പോലും ജാതികളായ നാം ആയിരുന്ന ഇടത്തേക്ക് വന്ന് നമ്മളെ കണ്ടെത്തത്തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്തെങ്കിലും ഒരിക്കലും അവസരം കിട്ടിയാൽ ഒരു പക്ഷേ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാനൊരു 30 കമ്പാരിസൺസ് ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ജീസസ് കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഒത്തിരി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനത് റിസീവ് ചെയ്ത ആ ഒരു സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒരു ഷാഡോയെ, ഇങ്ങനെ ഒരു നിഴലിനെ നമുക്ക് പഴയ നിയമത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന് ഓർക്കുക. ഇനിയും ഇവർ രണ്ടുപേരും, ഒരാൾ 30 വെള്ളിക്കാശിനും ഒരാൾ 20 വെള്ളിക്കാശിനും വിൽക്കപ്പെട്ടവരാണ്. സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, നമുക്ക് ഇൻസിഡൻസ് നമുക്കറിയാം അല്ലേ. സ്വന്തം സഹോദരങ്ങളാണ് ഒരു പെണ്ണാട്ടിൻ കുട്ടിയുടെ വിലയായ ആ 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റ്
വിറ്റ് കളയുന്നത്, ജാതികൾക്ക് വിറ്റ് കളയുന്നത്. ഹല്ലേലൂയ. ഇശ്മായേലിയ കച്ചവടക്കാർക്ക് വിറ്റ് കളയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു 30 വെള്ളിക്കാശിന് ഹല്ലേലൂയ റോമൻ ഭരണകൂടത്തിലേക്ക്, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അന്നത്തെ മഹാപുരോഹിതന്മാർ, അന്ന് യേശുവിനോട് എതിർത്ത് നിന്നവർക്ക് ഹല്ലേലൂയ വിറ്റ് കളഞ്ഞത് തൻ്റെ സ്വന്തം ശിഷ്യനാണ്. അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി, വിറ്റ് കളയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇനി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് കേട്ടോ, അതോടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഈ ദൂതിലേക്ക് മടങ്ങി വരാം. ഈ ജോസഫ് തൻ്റെ സഹോദരന്മാരെ കാണുന്ന ഒരു സമയമുണ്ട്. സഹോദരന്മാരെ ക്ഷാമകാലത്ത് വരുന്നു. ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ജോസഫ് പറഞ്ഞു, ഇവരുടെ വീട്ടിലാണ്, ജോസഫിൻ്റെ വീട്ടിലാണ് ഇന്ന് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവർ ജെനസിസ് ചാപ്റ്റർ 43 43 അധ്യായത്തിലാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ മൂത്തവൻ മുതൽ 33 വാക്യം, മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ അവൻ ഇരുത്തി. കേട്ടോ, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ കാണുകയാണ്. ജെനസിസ് ചാപ്റ്റർ 43 വേഴ്സ് 33. അപ്പോൾ ആ വലിയൊരു വിരുന്ന് നടക്കുകയാണ് കേട്ടോ. ആ വലിയ വിരുന്ന് നടക്കുമ്പോൾ do you think Joseph might have come alone to meet them? ജോസഫ് തനിയായിരിക്കുമോ വന്ന് കണ്ടത്? നോ. ജോസഫിനപ്പോൾ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ജോസഫും വന്ന് ആ പ്രൗഢിയോടുകൂടെ വന്ന് അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ ഒരു വശത്ത് ഒരു ജാതീയ സ്ത്രീ ഇരിപ്പുണ്ട്. അവൾ ഒരു ഇസ്രായേലിയ കന്യകയല്ല, ഒരു ജാതീയ സ്ത്രീയാണ്. ഷീസ് എ ജെൻറ്റൈൽ വുമൺ, ഷീസ് നോട്ട് എ ജൂ ഓർ ആൻ ഇസ്രലൈറ്റ്. സോ the brothers of Joseph could see a Gentile woman sitting next to Joseph. ഒരു ജാതീയ സ്ത്രീ ജോസഫിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് സഹോദരന്മാർക്ക് കാണുവാനായിട്ട് കഴിയും. സോ ദ സെയിം വേ Jesus is going to meet his brothers or the Israelite or the Jewish people one day. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ തൻ്റെ സഹോദരന്മാരെ യേശു കാണുന്ന, അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർ യഹൂദന്മാർ യേശുവിനെ കാണുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് the church, the bride of Christ, the Gentile people who has been gathered into the church of God, ആ ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജാതികളാകുന്ന ഞാനും നിങ്ങളും ആ നല്ല ജോസഫാകുന്ന യേശുവിനോടൊപ്പം കാണും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. I was so excited to receive this revelation from God. ദൈവത്തിൽ നിന്ന് ഈ ഒരു റെവലേഷൻ കിട്ടിയപ്പം ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയേറ്റുകയാണ്. അപ്പോൾ ജോസഫ് എൻ്റെ കമ്പാരിസൺ ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞെന്നുള്ളത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പഴയ നിമിത്തത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. ഈ ജോസഫ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ഇവൻ്റെ ജീവിതമാകെ മാറി, അവൻ്റെ മൈൻഡ് സെറ്റ് ആകെ മാറി, അവൻ്റെ കാഴ്ചപ്പാട് മാറുന്നു, അവൻ്റെ മനസ്സ് മാറുന്നു. ഈ കാര്യങ്ങളെല്ലാം മാറുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ, when Jesus is born into our hearts, hallelujah, suddenly we start thinking about our promised land, our reward, we become bold. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും യേശു ജനിക്കുമ്പോഴത്തേക്കിന് നമ്മൾക്ക് പിന്നെ ഒരു ഭയങ്കര ധൈര്യമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ അതുവരെ നമ്മൾ ചിലപ്പം അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജോലിക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന, ആരോടും കുടുംബത്തിൽ ഏറ്റവും
ഈ എന്താ പറയുക, പഞ്ചഭാവമായിട്ട് വായടക്കിയൊക്കെ ഇരിക്കുന്ന, ഒന്നിനോടും വലിയ പ്രതികാരിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ യേശു ഹൃദയത്തിനകത്തേക്ക് ജനിച്ചു കഴിയുമ്പോൾ ഒരസാധാരണ ധൈര്യം, ഹല്ലേലൂയ, ടു മീറ്റ് ദ എനിമി ആൻഡ് ടു സേ ദാറ്റ് ഐ ഡോണ്ട് ബിലോങ് ടു യു, ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് ലാൻഡ്, ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലാൻഡ്. ഞാൻ ഈ ദേശത്തുള്ള വ്യക്തിയല്ല, ഞാൻ നിനക്കുള്ളവനല്ല, ഞാൻ നിനക്കുള്ളവനല്ല എന്ന് ശത്രുവിനോട് മുഖത്ത് നോക്കി പറയാനുള്ള ആ വലിയ ധൈര്യം നാം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തവരാ അല്ലേ? ഹല്ലേലൂയ. അന്ന് വരെ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ പലപ്പോഴും എന്നെ തന്നെ നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആസ് എ ടീനേജർ, how could I say such things to my parents, my uncles and aunties, and everybody was asking me about such things. I was bold enough to say it. അത്രയും ധൈര്യത്തോടെ ദൈവമേ എങ്ങനെ ഇവരുടെയൊക്കെ മുമ്പിൽ പറഞ്ഞതെന്ന് ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം എനിക്കറിയത്തില്ല ദൈവമേ, അത് ആ പ്രായത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഞാൻ നിന്നതെന്ന്. ഒന്നും വരാഴികളെ കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈവൻ ജേക്കബ് ഈസ് നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ്. ഹല്ലേലൂയ, അവനൊന്നും ചിന്തിക്കുന്നില്ല, അയ്യോ ഇനിയും ലാബാൻ പ്രശ്നം ഉണ്ടാക്കുമോ, എന്താകും, ഒന്നും അവൻ പറയുന്നില്ല. പക്ഷേ അവൻ അപ്പോൾ മുതൽ ഒരു പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ആ ഒരു അക്കരെ നാടിനെ കുറിച്ചുള്ള ചിന്തയാണ്, അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു പിന്നീട് ജേക്കബ് അവിടെ സ്പെൻഡ് ചെയ്ത ആ ടൈം എന്ന് പറയുന്നത്, ശരീരം കൊണ്ട് മാത്രം അവൻ ഈ മെസൊപ്പൊട്ടേമിയയിലായിരുന്നു, ശരീരം കൊണ്ട് മാത്രം. ഹല്ലേലൂയ. പക്ഷേ അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ചിന്തയും, ഹല്ലേലൂയ, അവൻ്റെ ഉറക്കത്തിലും ഊണിലും നടപ്പിലും എല്ലാം അവൻ്റെ ആ മനസ്സ് മുഴുവൻ, ഹല്ലേലൂയ, അക്കരെ നാട്ടിലാണ്, അവൻ്റെ പ്രോമിസ് ലാൻഡിൽ, അവൻ്റെ വാഗ്ദത്ത ദേശത്താണ്, അവൻ്റെ അപ്പൻ്റെ ദേശത്താണ്. ഹല്ലേലൂയ, സെയിം ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ, ഈവൻ ദോ വി ആർ ലിവിങ് ഓൺ earth as a born again Christian, hallelujah, we are just here in our body, but the other part of our being, like our soul and our spirit and everything, everything is always thinking about heaven and the heavenly realms. How can I go and when can I leave this earth? നമുക്ക് അങ്ങനെ പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ എപ്പോൾ പോകാൻ പറ്റും, എപ്പോൾ എത്താൻ പറ്റും, അപ്പൻ്റെ വീട്ടിൽ എപ്പോൾ എത്താൻ പറ്റും എന്നുള്ള ചിന്ത. അങ്ങനെയാണോ എല്ലാവരുടെയും ജീവിതത്തിൽ? അല്ലെങ്കിൽ അങ്ങനെ അല്ല, ഇനി ഇവിടെ കുറേ കാലം കൂടെ ജീവിക്കണമെന്നും കുറേ സമ്പത്ത് ഉണ്ടാക്കണമെന്നൊക്കെ ആണെങ്കിൽ വി ഹാവ് ടു ചെക്ക് അവർ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. നമ്മുടെ വീണ്ടും ജനനം ശരിക്കും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നൗ ഹീ ഈസ് ബോൾഡ് ഇനഫ് ടു സേ, എന്താണ്, ലാബാനോട് പറയുകയാണ്, പുള്ളിയുള്ളതാണ്, വരയുള്ളതാണ്, ഏതാ നിനക്ക് വേണ്ടത്, ലെറ്റ് ദെയർ ബി എ സെപ്പറേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. വേഴ്സ് 36 36 ഒക്കെ വാക്യം വായിക്കുമ്പോഴത്തേക്കിനും ഈ 35 36 മറുകും പുള്ളിയും ഒക്കെ ഉള്ളതിനെയെല്ലാം ഹല്ലേലൂയ തൻ്റെ പുത്രന്മാരുടെ കയ്യിലേൽപ്പിച്ചു. വേഴ്സ് 36 ഈസ് ഹല്ലേലൂയ, അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴി അകലം വെച്ചു. ഹല്ലേലൂയ. സോ there's a total separation from Laban's livelihood and ഇവരുടെ ഈ ലാബാൻ്റെ എല്ലാ സമ്പത്തും യാക്കോബിൻ്റെ സമ്പത്തും ഇതെല്ലാം തമ്മിലൊരു ഭയങ്കര ഒരു 3 ദിവസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് ഡിസ്റ്റൻസ്, അല്ലെ, വളരെ ഒരു അകലം വെക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജോസഫ് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ചിലതിനെ അകലം വിടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാകണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതിനുശേഷം ജോസഫിൻ്റെ ജീവിതത്തിൽ, ജേക്കബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹി ഹാഡ് എ ക്ലിയർ വിഷൻ ഹൗ ടു ഫ്ലറിഷ്.
എങ്ങനെ അവനെ തന്നെ സമ്പത്തുള്ളവനാക്കാൻ കഴിയും, അവൻ്റെ പ്രതിഫലം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനം ജോസഫ് പ്രാപിക്കുകയാണ്. See, how can he increase his reward? Hallelujah. God has given him a clear vision what to do and how to do it. Hallelujah. നമ്മുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്നതോടുകൂടി hallelujah നമുക്ക് ഈ ഒരു ദർശനം, എനിക്കെൻ്റെ പ്രതിഫലം എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും, എൻ്റെ പ്രതിഫലം എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ദൂതിലേക്ക് പോയാൽ ഒത്തിരി സമയം നമ്മൾ പോകും. അവന് ഈ പച്ച കൊമ്പുകളെടുത്ത് സ്ട്രൈപ്സ് ഉണ്ടാക്കിയിട്ട് വരയുണ്ടാക്കിയിട്ടാണ് അവിടെ ഇടുന്നത്. ദാറ്റ് ഓൾസോ ഷോസ് അത് കാൽവറിയുടെ ഒരു നിഴലായിട്ട് നമുക്കതിനെ പഠിക്കാനായിട്ട് കഴിയും. മേ ബി ഐ വിൽ ഷെയർ ഇറ്റ് ഇൻ സം അതർ ടൈം. ഹല്ലേലൂയ, സ്തോത്രം. കാൽവരിയുടെ ഒരു നിഴലാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതായത് യേശുവിൻ്റെയും ശരീരത്തിൽ സ്ട്രൈപ്സ് ഉണ്ടായി അല്ലേ, അടിപ്പിണരുകളുണ്ടായി. ആ ഒരു പച്ചക്കൊമ്പ് വൃക്ഷത്തിൽ നിന്ന് വേർപെട്ടതുപോലെ തൻ്റെ പിതാവുമായിട്ടുള്ള ആ ഇറ്റേണൽ യൂണിറ്റി, ആ നിത്യമായിട്ടുണ്ട അങ്ങനെ ഒന്നിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് പച്ചക്കൊമ്പ് ഹല്ലേലൂയ വെട്ടി മാറ്റുന്നത് പോലെ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ പിതാവിൽ നിന്നുള്ള ആ ഒരു സെപ്പറേഷൻ, തൻ്റെ ശരീരത്തിൽ വന്ന അടിപ്പിണരുകൾ, അതൊക്കെ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. സോ വി ക്യാൻ ഇൻക്രീസ് അവർ റിവാർഡ് only through the cross. Hallelujah. ആ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതോടുകൂടി ഹല്ലേലൂയ, സ്തോത്രം, by letting Jesus, the striped Jesus, the crucified Christ into all our situations, then through that we will be able to increase our reward. Hallelujah, സ്തോത്രം. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ പാത്തികളിലെല്ലാം ഈ പച്ചക്കൊമ്പ്, വരയുള്ള പച്ചക്കൊമ്പ് വെള്ള കാണത്തക്കവണ്ണം ഉരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ അവനെ മുഴുവനായിട്ടും ശോധന ചെയ്ത് നോക്കി. പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, ഹല്ലേലൂയ, സ്തോത്രം, പാപമില്ലാത്തവൻ, ഹല്ലേലൂയ, വെള്ള കാണുന്നത് വരെ ഉരിയപ്പെട്ടവൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പാത്തികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്തേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ ക്രിസ്തുവിലൂടെയാണ് എനിക്ക് നിങ്ങൾക്കും പ്രതിഫലം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ഹല്ലേലൂയ, സ്തോത്രം, ജോസഫിൻ്റെ ജനനത്തോടുകൂടി യാക്കോബിന് ലഭിക്കുകയാണ്. ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം കേട്ടോ. ഹല്ലേലൂയ. അപ്പം ഇത്തരമൊരു കാര്യം യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദിസ് ഹാസ് ബീൻ ഫുൾഫിൽഡ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു സംഭവമല്ല, പടിപടിയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 30-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ അവിടെ നമുക്ക് നൗ ഹി ഹാസ് എ ഡിസയർ ഇൻ ഹിം. അത് എവിടെ നിന്ന് വന്നതാണ്? ജോസഫിൻ്റെ ജനനത്തോടുകൂടി ദൈവം അവൻ്റെ ഉള്ളിൽ ഇട്ട ഒരു ആഗ്രഹമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഈ പുറപ്പാട്, ഇവിടെ നിന്നുള്ള ഒരു പുറപ്പാട്, ഇവിടെ നിന്ന് നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള നമ്മുടെ പുറപ്പാടിന് ആദ്യം സംഭവിക്കുന്ന ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉള്ളിൽ കിട്ടുന്ന ഈ ആഗ്രഹമാണ്. ദ ഡിസയർ വിച്ച് ഗോഡ് the Spirit of God puts into our heart. നമ്മുടെ ഹൃദയത്തിനകത്തിടുന്ന ആ ഒരു ആഗ്രഹമാണ് ഹല്ലേലൂയ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനിയും ഈ സ്റ്റെപ്പ്, ഈ ആഗ്രഹമൊക്കെ ഉണ്ടായി, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നെങ്കിൽ പോലും ഇനി നമ്മൾ ഇവിടുന്ന് ഇനി കംപ്ലീറ്റ്ലി അങ്ങ് സെപ്പറേറ്റഡ് ആകണമെങ്കിൽ, നമ്മൾ ഇവിടുന്ന് പൂർണ്ണമായിട്ടും അങ്ങ് വേർപെട്ട് ഭൂമി ജീവിക്കുമ്പോഴും ഇവിടെ അല്ലാത്തതുപോലെ നാം ജീവിക്കണമെങ്കിൽ, ശരിക്കും നമ്മൾ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ഇപ്പോഴും എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്ന, നമ്മളെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന പലതിനകത്തുനിന്ന് നമ്മൾ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കും കേട്ടോ.
God allowed an unbearable situation in ദ ലൈഫ് ഓഫ് ജേക്കബ്. തനിക്ക് സഹിക്കാൻ വയ്യാത്ത ചില ഒരു സിറ്റുവേഷനകത്തോടെ വിട്ടു. 31 അധ്യായത്തിലേക്ക് പോയി. 31 അധ്യായത്തിൻ്റെ 2 വാക്യം, chapter 31 verse 2 says, Hallelujah. And Jacob beheld the countenance of Laban, and behold, it was not toward him as above. Hallelujah. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. യാക്കോബിന്റെ പുത്രന്മാരുടെ വെറുപ്പ്, ലാബാന്റെ പുത്രന്മാരുടെ വെറുപ്പ്, ലാബാന്റെ വെറുപ്പ്, ആ അറ്റ്മോസ്ഫിയർ ആകെ മാറുകയാണ്. ഹല്ലേലൂയ. ഇനി ഇവിടെ യാക്കോബിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന വിധത്തിൽ അവന് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഹല്ലേലൂയ സാഹചര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വാസ്തവമായിട്ടും നമ്മെ ഈ ഭൂമിയോടും ഭൂമിയിലേക്കുള്ള ആഗ്രഹങ്ങളോടും ലോകമോഹങ്ങളോടും ഒക്കെ നമ്മളെ അങ്ങ് വിട്ട് പിരിയാനായിട്ട് പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ ദൈവം ചിലപ്പോൾ അതൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ വരുന്ന വേറെ മറ്റേതെങ്കിലും ഒരു സ്ട്രഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതുവരെ നമ്മളോട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഇരുന്നവർ നമ്മളോട് വെറുപ്പ് കാണിക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. There can be many situations or many things, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം സംഭവിച്ചെന്ന് വരാം. ഹല്ലേലൂയ. അപ്പം അതോടുകൂടി ഈ ആഗ്രഹം അങ്ങ് ഒരു വാഞ്ചയായിട്ട് മാറിയാണ്. പോയേ പറ്റൂ, ഈ ലോകം വിട്ടേ പറ്റൂ, എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നാൽ മതി. ഹല്ലേലൂയ എന്നുള്ള ഒരു ഭയങ്കര നമ്മെ അതിലേക്ക് പുഷ് ചെയ്ത് വിടാനായി ദൈവം ഉപയോഗിക്കുന്ന കഷ്ടതകൾക്കായിട്ട്, ശോധനകൾക്കായിട്ട്, വേദനകൾക്കായിട്ട് ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം കരേറ്റാമോ? ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ചിരിക്കുന്ന ഹല്ലേലൂയ എന്നെ ഈ നാടിനോടുള്ളതിനേക്കാൾ അക്കര നാടിനോടുള്ള ഹല്ലേലൂയ ആ വാഞ്ച എൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിച്ചു തരുന്ന സാഹചര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവേ, ഞാൻ നന്ദി പറയുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഈ ആഗ്രഹം ദൈവം തരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതിന് തക്കമുള്ള സാഹചര്യങ്ങൾക്കകത്തൂടെ, ചിലപ്പോൾ അതൊരു കഷ്ടതയാകാം, കണ്ണുനീരാകാം, വെറുപ്പാകാം, വേദനയാകാം, രോഗമാകാം, എന്തോ ആയിക്കോട്ടെ, യു നെയിം ഇറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അലൗ ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. To have a little more closer relationship. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ആഗ്രഹത്തെക്കാളും കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് വാഞ്ചയെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഹല്ലേലൂയ, വേഴ്സ് 3, 31 വേഴ്സ് 3, 31 അധ്യായത്തിൻ്റെ 3 വാക്യം ശ്രദ്ധിക്കുമ്പോൾ, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോവുക. ഹല്ലേലൂയ, സ്തോത്രം. സോ ജേക്കബ് ഈസ് ഗെറ്റിംഗ് എ പേഴ്സണൽ ഡയറക്ഷൻ ഫ്രം ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യാക്കോബിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം വന്നു, അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉളവാകുന്നു. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദൈവം നമ്മളോട് വ്യക്തമായി പറയും, നൗ ദിസ് ഈസ് ദ ടൈം ടു ഡു ദിസ്. ഹല്ലേലൂയ. ഇപ്പോഴാണ് നീ ഇത് ചെയ്യണം. ഈ സ്റ്റെപ്പ് വെക്കാനുള്ള സമയം ഇപ്പോഴാണ്. നീ സ്നാനപ്പെടാനുള്ള സമയം ഇപ്പോഴാണ്. നീ അഭിഷേകം പ്രാപിക്കാനുള്ള സമയം ഇപ്പോഴാണ്. നീ അത് വിടാനുള്ള സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതത്തിലെ ആ ആഗ്രഹം വിടാനുള്ള സമയം ഇപ്പോഴാണ്. ദിസ് ഈസ് ദ ടൈം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനോട് യാത്ര പറയാനുള്ള സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ. അത് ചിലപ്പം പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലായിരിക്കും. ചിലരോട് ചിലപ്പം മേ ബി ഇൻ റിലേഷൻ ടു ഓർണമെൻറ്റ്സ്, മേ ബി ഇൻ റിലേഷൻ ടു യുവർ ഡ്രസ്സിങ്സ്, മേ ബി ഇൻ റിലേഷൻ ടു യുവർ ജോബ്.
അത് ചിലപ്പോൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണ രീതിയായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ചിലപ്പോൾ ആഭരണമായിട്ട് ബന്ധപ്പെട്ടോ, എന്തെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ആയിരിക്കാം. ദൈവം നമുക്കൊരു പേഴ്സണൽ ഡയറക്ഷൻ തരും കേട്ടോ. വ്യക്തിപരമായി ദൈവം നമ്മളെ ഹല്ലേലൂയ നീ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇങ്ങനെ ചിന്തിക്കുക, ഈ സ്റ്റെപ്പ് എടുക്കുക, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ദൈവ ശബ്ദം നമ്മെ കേൾപ്പിച്ച് നമ്മളെ നടത്തും. ഹല്ലേലൂയ സ്തോത്രം. ദാറ്റ് ഈസ് അനദർ സ്റ്റെപ്പ്. ഐ തിങ്ക് ഹല്ലേലൂയ നമ്മളിൽ പലരും ഈ ഒരു സ്റ്റേജിലാണ് ആയിരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, അത് നല്ലതല്ല, അവിടെ നിന്ന് മാറുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആൻഡ് വേഴ്സ് 3 അല്ലെങ്കിൽ 3-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടെ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഐ വിൽ ബി വിത്ത് യു. ഹല്ലേലൂയ. സോ ഗോഡ് ഈസ് പ്രോമിസിങ് ഹിസ് പേഴ്സണൽ പ്രസൻസ്. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ നടത്തുന്ന പലരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യമല്ലേ നമ്മെ ജീവിതത്തിൽ ഇവിടം വരെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ട നാളും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയും തമ്മിലൊന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവം തന്നെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ആ വഴികൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. സ്തോത്രം. കൺക്ലൂഡിങ് ഹിയർ. ഞാൻ അധികം മുമ്പോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇറ്റ്സ് ഓൾറെഡി 30 minutes. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ദൈവം ഇങ്ങനെ ഒരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ചില സിറ്റുവേഷൻസിനകത്തൂടെ നമ്മളെ വിട്ട് നമുക്ക് പേഴ്സണൽ ഡയറക്ഷൻ തന്ന് നമുക്ക് ആ വ്യക്തിപരമായിട്ടുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്ന് നമ്മെ ഹല്ലേലൂയ ഇവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഹല്ലേലൂയ അക്കരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവത്തിൻ്റെ ആ മഹാകരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.